ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IT മേഖലയിൽ നമുക്ക് എങ്ങനെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഈ IT മേഖലയിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപാട് മേഖലകളുണ്ട്. IT തന്നെ ഒരുപാട് മേഖലകൾ വരുന്നുണ്ട്. ഇപ്പോൾ വെബ് ഡിസൈനിങ് വരുന്നുണ്ടാവും, അതിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലെവൽ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ നെറ്റ്വർക്കിംഗ് സെക്ഷൻ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ സെക്ഷൻ വരുന്നുണ്ടാവും, അതിൻ്റെ സെക്യൂരിറ്റി ലെവൽ വരുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് സബ് ഉണ്ട് ഇപ്പോൾ IT മേഖലയ്ക്ക്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളൊരു IT കരിയർ നിങ്ങളൊരു സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലാണ് നിങ്ങളുടെ കരിയർ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾ എന്തെല്ലാം കോഴ്സുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളതും, ഈ കോഴ്സിൻ്റെ എക്സാം ഫീസ് എത്ര വരുന്നുള്ളതും, ഈ ഓരോ കോഴ്സുകളുടെ ഡ്യൂറേഷൻ എത്രയായിരിക്കും, അതേപോലെ ഈ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എത്രയായിരിക്കും, എത്രയൊക്കെ എക്സാം ഫീസ് വരും ഇതിൻ്റെ ഓരോ കോഴ്സുകളും നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ, എത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ജംബ് ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ സൈബർ സെക്യൂരിറ്റി മേഖലയിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ആവാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ നിങ്ങൾ സൈബർ സെക്യൂരിറ്റി മേഖലയിലാണ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കോഴ്സുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ സൈബർ സെക്യൂരിറ്റിയുടെ ഒരു റോഡ് മാപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എങ്ങനെ നമുക്കൊരു IT കരിയർ സ്റ്റാർട്ട് ചെയ്യാം, സൈബർ സെക്യൂരിറ്റി മേഖലയിൽ നമ്മൾ എന്തെല്ലാമാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ആയാലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയാലും അല്ലെങ്കിൽ യൂട്യൂബ് ആയാലും എല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസമെങ്കിലും ഒരു സൈബർ സെക്യൂരിറ്റി അഡ്വർടൈസ്മെന്റ് കാണാത്തവർ വളരെ ചുരുക്കമായിരിക്കും. കാരണം ആ ഒരു കോഴ്സിന് അത്രത്തോളം ജോലി സാധ്യതകളുണ്ട് ഇന്നത്തെ ഈ ലോകത്ത്. കാരണം സൈബർ അറ്റാക്കുകൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊരു കമ്പനി ആയാലും സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടുകളെ അവരെ ജോലിക്ക് വെച്ചിരിക്കും. കാരണം അവരുടെ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന ഇത്തരം ത്രെട്ടുകളെ ബ്ലോക്ക് ചെയ്യാനും അതുപോലെ ഇത്തരം ത്രെട്ടുകൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന എക്സ്പേർട്ടുകളെ ആ കമ്പനി ഹയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു മേഖലയിൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫൗണ്ടേഷൻ കോഴ്സുകളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ എങ്ങനെയാണ് നല്ലൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതും, എവിടെ വെച്ചാണ് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു റോഡ് മാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ തയ്യാറാക്കിയ ഒരു റോഡ് മാപ്പിൽ ഞാൻ മൊത്തം 6 ഫേസുകളായിട്ട് നമ്മുടെ കരിയറിനെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിൽ ഫേസ് 1 എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ കോഴ്സാണ്. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു കോഴ്സ് നിങ്ങൾ പഠിക്കുവാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് അറിഞ്ഞിരിക്കണം, ഏറ്റവും അടിസ്ഥാനം അറിഞ്ഞിരിക്കണം. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഹിന്ദി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചാൽ ആദ്യം നമ്മൾ അതിൻ്റെ ബേസ് അറിയണം, ഹിന്ദി ലെറ്റേഴ്സ് അറിയണം, ഹിന്ദി വായിക്കാൻ അറിയണം, ഓരോ വാക്കുകളുടെ ഉച്ചാരണം അറിയണം. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുകയല്ല ചെയ്യാനായിട്ട് പറ്റുക. നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഒരു ഫൗണ്ടേഷൻ കോഴ്സുകൾ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സുകൾ എടുത്ത് പഠിക്കണം. രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിയാണ്. എങ്ങനെ നമ്മുടെ നെറ്റ്വർക്കിനെ എങ്ങനെ സെക്യൂർ ആക്കി വെക്കാം എന്നുള്ളതാണ് സെക്യൂരിറ്റി കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റി കോഴ്സുകൾ ഏതെല്ലാമാണ് നിങ്ങൾ എടുക്കേണ്ടത്, ഏതെല്ലാം പഠിച്ച ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും, എത്രയാണ് ഫീസ് സ്ട്രക്ചർ വരുന്ന, അത്തരം കാര്യങ്ങളൊക്കെ ഫേസ് 2 സെക്യൂരിറ്റി കോഴ്സിനെ കുറിച്ചും ഫേസ് 3 നെറ്റ്വർക്കിംഗ് കോഴ്സിനെ കുറിച്ചുമാണ്. കാരണം നെറ്റ്വർക്കിനാണല്ലോ നമ്മൾ സെക്യൂർ ആക്കേണ്ടത്. അപ്പോൾ ഏതെല്ലാം നെറ്റ്വർക്കിംഗ് കോഴ്സുകൾ, നമുക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കണം നെറ്റ്വർക്കിനെ കുറിച്ച്. അപ്പോൾ നെറ്റ്വർക്കിന്റെ കോഴ്സാണ് അടുത്ത ഫേസിൽ. അടുത്തൊരു ഫേസ് വരുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സും സെക്യൂരിറ്റി കോഴ്സും നെറ്റ്വർക്കിംഗ് കോഴ്സും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു IT മേഖലയിൽ നിങ്ങൾക്കൊരു ജോബിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആകും. അപ്പോൾ ഏത് ജോബിനാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫേസ് 4 ഡിസ്കസ് ചെയ്യുന്നത്. ഫേസ് 5 വരുമ്പോഴാണ് നമ്മുടെ ഹാക്കിംഗ് എന്ന് പറയുന്നത്, സൈബർ സെക്യൂരിറ്റി മെയിൻ ആയിട്ടുള്ള ഹാക്കിംഗ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് വരുന്നത്. അതിന് നിങ്ങൾ ഏതെല്ലാം സർട്ടിഫിക്കേഷൻ ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫേസ് 5
ഫേസ് 6 നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി മേഖലയിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റോഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോന്നിനെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് പഠിക്കാം. നമുക്ക് ഫേസ് 1 നോക്കാം. ഫേസ് 1 ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളൊരു സൈബർ സെക്യൂരിറ്റി കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഏതൊരു കോഴ്സാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഫൗണ്ടേഷൻ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മൾ കോംറ്റിയ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇവരാണ് IT മേഖലയിൽ ഹാർഡ്വെയർ സെക്ഷന്, നെറ്റ്വർക്കിംഗ് സെക്ഷൻ, സൈബർ സെക്യൂരിറ്റി സെക്ഷനൊക്കെ ആയാലും നമുക്ക് സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട് കോംറ്റിയയുടെ നമ്മൾ ആ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സർട്ടിഫിക്കേഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട് വരുന്ന ഒരു കമ്പനിയാണ് ഈ കോംറ്റിയ എന്ന് പറയുന്നത്. അപ്പോൾ കോംറ്റിയയുടെ A+ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷണൽ കോഴ്സ് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി ഒക്കെ പഠിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടും ഈ കോംറ്റിയയുടെ A+ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കോംറ്റിയയുടെ A+ വിശദമായിട്ട് നമുക്ക് നോക്കാം. കോംറ്റിയയുടെ A+ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കോംറ്റിയയുടെ A+ൽ ഇപ്പോൾ കോംറ്റിയയുടെ സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കോംറ്റിയയുടെ സൈറ്റ് ഇതാണ്. അപ്പോൾ കോംറ്റിയയുടെ A+ എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നിങ്ങൾ ഫസ്റ്റ് ചൂസ് ചെയ്ത് പഠിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ കോംറ്റിയയുടെ A+ എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 എക്സാമുകളാണ് പാസ്സാവാനുള്ളത്. ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് 220-1101 220-1102 എന്ന് പറയുന്ന 2 എക്സാമുകളാണ് നമ്മൾ ഈ കോംറ്റിയയുടെ A+ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇത് ഒരു IT കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും ബേസ് ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു കോഴ്സാണ് ഈ കോംറ്റിയയുടെ A+ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് സ്പ്രിംഗ് ഇൻ 2025 ഈ കോംറ്റിയയുടെ സർട്ടിഫിക്കേഷൻ. കോംറ്റിയയുടെ നിങ്ങൾ കോഴ്സൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം എഴുതേണ്ട എക്സാം 220-1101 അതേപോലെ 220-1102 ആയിരുന്നു. ഈ കൊല്ലം മുതൽ 2025 കോംറ്റിയ അവരുടെ സർട്ടിഫിക്കേഷൻ എക്സാമിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഇതുവരെ അവരുടെ ആ കോഴ്സ് ലോഞ്ച് ആയിട്ടില്ല. ഈ കൊല്ലം മാറ്റം വരുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോംറ്റിയയുടെ പുതിയ സർട്ടിഫിക്കേഷൻ്റെ എക്സാം കോഡുകൾ ഇതാണ്: 220-1201 220-1202. അപ്പോൾ ഈ കോംറ്റിയയുടെ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കോംറ്റിയയുടെ കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചവർ ഇപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ പുതിയ സർട്ടിഫിക്കേഷൻ ഇക്കൊല്ലം ലോഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ സർട്ടിഫിക്കേഷനിൽ എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് പുതിയ സർട്ടിഫിക്കേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഫൗണ്ടേഷനായിട്ട് നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംറ്റിയയുടെ A+ ആണ്. അതിൻ്റെ സർട്ടിഫിക്കേഷൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കോംറ്റിയയുടെ എക്സാം ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സാമിൽ നമ്മൾ എന്തൊക്കെ എക്സാം എങ്ങനെയായിരിക്കും ഇതിലിപ്പോൾ പഴയ സിലബസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 പേപ്പറാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ കൊല്ലമാണ് ആ പേപ്പറിൽ മാറ്റം വരുത്തുന്നത്. അത് ഏപ്രിൽ 2022 ലോഞ്ച് ചെയ്താണ് ഈ 2 കോംറ്റിയയുടെ പുതിയ A+ൻ്റെ 2 പേപ്പറുകൾ. അപ്പോൾ നമുക്കതിൽ ലെങ്ത് ഓഫ് ടെസ്റ്റ് ഉണ്ട്. 90 മിനിറ്റാണ് ഒരു എക്സാമിന് കിട്ടുക. അതിൽ 900-ൽ 675 മാർക്ക് ഫസ്റ്റ് പേപ്പറിനും രണ്ടാമത്തതിന് 900-ൽ 700 മാർക്ക് കിട്ടിയാലാണ് നമുക്ക് പാസ്സാവുക. അതിലാണ് പിന്നെ ഈ ലാംഗ്വേജസിലൊക്കെ നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് ടെസ്റ്റിംഗ് സെൻറ്റർ, ഓൺലൈനിലൊക്കെ നമുക്ക് എക്സാം സർട്ടിഫിക്കേഷൻ എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ കോംറ്റിയയുടെ A+ എന്ന് പറയുന്ന കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത് എന്നുള്ളതാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഈ കോംറ്റിയയുടെ A+ൽ നമ്മുടെ ഹാർഡ്വെയറിനെ കുറിച്ച് ഒരു ഡീപ്പായിട്ട് നമ്മൾ ശരിക്കും ഈ കോംറ്റിയയുടെ A+ൽ പഠിക്കുന്നുണ്ട്. മെയിനായിട്ടും അതിലുള്ളത് ഒരു 9 സെക്ഷനാണ്. ഒന്ന് ഹാർഡ്വെയറിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചുണ്ട്, സോഫ്റ്റ്വെയർ ട്രബിൾ ഷൂട്ടിങ്, നെറ്റ്വർക്കിൻ്റെ ട്രബിൾ ഷൂട്ടിങ് വരുന്നുണ്ട്, സെക്യൂരിറ്റി, മൊബൈൽ ഡിവൈസിനെ കുറിച്ച്, അതേപോലെ വെർച്വലൈസേഷൻ ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചും ഓപ്പറേഷൻ പ്രൊസീജിയറിനെ കുറിച്ചും. ഇങ്ങനെ ഏകദേശം ഒരു 9ഓളം മെയിൻ ടോപ്പിക്കുകളാണ് ഈ കോംറ്റിയയുടെ A+ എന്ന് പറയുന്ന കോഴ്സിൽ നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് എക്സാം നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് എത്രയാകും ഈ കോഴ്സ് പഠിക്കാൻ ഫീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്
കോഴ്സ് പഠിക്കാനുള്ള ഫീസല്ല, നിങ്ങളിതിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കോംറ്റിയുടെ A+ എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് സെൽഫ് ലേണിംഗ് ചെയ്യാം. സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആ കോഴ്സ് പഠിച്ചിട്ട് ഓൺലൈൻ ടെസ്റ്റിംഗ് സെൻറ്ററിൽ നിങ്ങൾക്ക് എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സർട്ടിഫിക്കേഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഫീസ് വരുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം $253 നമുക്ക് ഒരു എക്സാമിന്, കോംറ്റിയുടെ ഒരു എക്സാമിന് നമുക്ക് വരുന്നത്. അപ്പോൾ ആ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് കോംറ്റിയുടെ സർട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് സൈബർ സെക്യൂരിറ്റി ഒക്കെ പഠിക്കുന്നവർ ഫസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംറ്റിയുടെ A+ എന്ന് പറയുന്നൊരു കോഴ്സാണ്. ഇനി കോംറ്റിയുടെ A+ൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ലെവലായിട്ടുള്ള പൈത്തൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. പൈത്തൻ്റെ ബേസിക് ഒക്കെ നമുക്ക് ഒരു സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന ഒരാൾ പൈത്തൻ്റെ ബേസിക് ഒക്കെ എന്തായാലും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണതാണ്. ഫണ്ടമെൻ്റൽസ് ആണ് പൈത്തൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് റെഫർ ചെയ്ത് പഠിച്ചാലും മതി. അപ്പം പൈത്തൺ എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുന്നത് നന്നായിരിക്കും. ഈ പൈത്തൻ്റെ പ്രോഗ്രാമിംഗ് ലെവലാണ് പൈത്തൺ വരുന്നത്. അപ്പോൾ പൈത്തൻ്റെ ബേസിക് ആയിട്ടുള്ള ഇവിടെ ബിഗിനേഴ്സ് ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, കാര്യങ്ങളൊക്കെ അവരുടെ സൈറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മറ്റ് യൂട്യൂബ് ചാനലൊക്കെ റെഫർ ചെയ്ത് നിങ്ങൾക്ക് പൈത്തൻ്റെ ഫ്രീ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അത്തരം ചാനലുകളൊക്കെ നിങ്ങൾ റെഫർ ചെയ്തിട്ട് പൈത്തൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. അടുത്ത നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള നോളജ് വേണ്ടത് ലിനക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ലിനക്സിൻ്റെ സാധാരണ നമുക്കറിയാവുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു, അതേപോലെ തന്നെ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിക്കൊക്കെ ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന കാലിനെക്സ്, ഫെഡോറ, അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളൊക്കെ അറിയാം. അപ്പോൾ ലിനക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫണ്ടമെൻ്റൽസ്, ലിനക്സിൽ അടിക്കാവുന്ന ബേസിക് കമൻറ്റുകൾ, ലിനക്സിൻ്റെ കമൻറ്റ് പ്രോപ്പർട്ടി, ടെർമിനൽ എന്താണ്, ഡയറക്ടറി എന്താണ്, അത്തരമുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ലിനക്സിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ linux.org കയറി കഴിഞ്ഞാൽ ലിനക്സിൻ്റെ ട്യൂട്ടോറിയലൊക്കെ ഇത് അവിടെ ഇങ്ങനെ കുറേ ട്യൂട്ടോറിയൽ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ കണ്ട് ലിനക്സിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കുന്നത് ഈ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ നമുക്ക് ഉപകാരപ്പെടും. പിന്നെ വേണ്ടത് ഒരു ഹോം ലാബാണ്. നമുക്ക് ഇപ്പോൾ വെർച്വൽ മെഷീനൊക്കെ പോലത്തെ മെഷീനൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് പഠിക്കാൻ ലിനക്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളൊരു കമ്പ്യൂട്ടർ, അതേപോലെ തന്നെ പൈത്തൺ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളൊരു കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള ആ ഒരു കമ്പ്യൂട്ടർ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്തരം കോഴ്സുകൾ നമുക്ക് ഒരു ഹോം ലാബ് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാനായിട്ട് നമുക്ക് ചെറിയൊരു ലാബ് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കോംറ്റിയുടെ A+ഉം അതേപോലെ തന്നെ പൈത്തൻ്റെ ബേസിക്, ലിനക്സിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമുക്ക് ഏകദേശം ഒരു 2 മാസം മുതൽ 3 മാസം വരെ നമുക്ക് ഡ്യൂറേഷൻ എടുക്കാം. 2 to 3 മന്തിൻ്റെ ഇടയിൽ നമുക്ക് കോംറ്റിയുടെ A+ഉം പൈത്തണും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ബേസിക് ആയിട്ടുള്ള പൈത്തൻ്റെ നോളജും അതേപോലെ ലിനക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഫൗണ്ടേഷണൽ കോഴ്സിൽ നിങ്ങൾ മെയിനായിട്ട് കോംറ്റിയുടെ A+ഉം പൈത്തൺ ബേസിക്കും ലിനക്സിൻ്റെ ബേസിക്കും പിന്നെ നിങ്ങൾക്ക് പഠിക്കാനൊരു ഹോം ലാബ്, ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൗണ്ടേഷണൽ കോഴ്സ് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കോംറ്റിയുടെ A+ ഒക്കെ നിങ്ങൾക്ക് സെൽഫ് ലേണിംഗ് തന്നെ ചെയ്യാൻ പറ്റും. ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കോംറ്റിയുടെ A+നെ കുറിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾക്ക് തന്നെ പഠിക്കാവുന്ന കാര്യമാണ് കോംറ്റിയുടെ A+ എന്ന് പറയുന്നത്. അടുത്തത് നിങ്ങൾ രണ്ടാമത്തെ ഫേസിൽ നിങ്ങൾ പഠിക്കേണ്ടത് ശരിക്കും ഒരു സെക്യൂരിറ്റി കോഴ്സാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കോംറ്റിയുടെ A+ എന്ന് പറയുന്നത് അല്ലേ, കോംറ്റിയുടെ A+ ഫണ്ടമെൻ്റൽസ് ആണ്, കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ കോഴ്സാണ് A+. കോംറ്റിയുടെ തന്നെ സെക്യൂരിറ്റി പ്ലസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. സെക്യൂരിറ്റി പ്ലസ് എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് പഠിച്ച് വേണമെങ്കിൽ സെക്യൂരിറ്റി പ്ലസിൻ്റെ സർട്ടിഫിക്കേഷൻ രണ്ടാമത്തെ ഫേസിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി പ്ലസിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കാം. അപ്പോൾ സെക്യൂരിറ്റി പ്ലസ് കൂടി നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കോംറ്റിയുടെ A+ ഉണ്ടാകും, അതേപോലെ തന്നെ കോംറ്റിയുടെ സെക്യൂരിറ്റി പ്ലസ് എന്ന് പറയുന്ന കോഴ്സും ഉണ്ടാവും. അപ്പോൾ ഈ 2 കോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ 2 കോഴ്സ് നമുക്ക് സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന 2 കോഴ്സുകളാണ്. ഒന്ന് കോംറ്റിയുടെ A+ഉം രണ്ടാമത്തത് കോംറ്റിയുടെ സെക്യൂരിറ്റി പ്ലസ് എന്ന് പറയുന്ന കോഴ്സും. അപ്പോൾ കോംറ്റിയുടെ സെക്യൂരിറ്റി പ്ലസ് നമുക്ക് എന്താണ് എന്ന് നോക്കാം. ഇപ്പോൾ കോംറ്റിയുടെ സെക്യൂരിറ്റി പ്ലസിൻ്റെ എക്സാം കോഡ് എന്ന് പറയുന്നത് SY0701 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ എക്സാം കോഡ്. നമുക്കതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ പഠിക്കുന്നത് ഇത്തരം ഒരു 5 സ്കില്ലാണ് നമ്മൾ കോംറ്റിയുടെ സെക്യൂരിറ്റി പ്ലസിൽ പഠിക്കുന്നത്. ജനറൽ സെക്യൂരിറ്റി കൺസെപ്റ്റ്,
ത്രെട്ട് ആൻഡ് വൾണറബിലിറ്റീസ് ആൻഡ് മിറ്റിഗേഷൻസ്, സെക്യൂരിറ്റി ആർക്കിടെക്ചർ, സെക്യൂരിറ്റി ഓപ്പറേഷൻസ്, സെക്യൂരിറ്റി പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് ഓവർസൈറ്റ്. ഇങ്ങനെ ഒരു 5 സ്കില്ലുകളാണ് നിങ്ങൾ ഈ പറയുന്ന സെക്യൂരിറ്റി പ്ലസ് എന്ന് പറയുന്ന കോംറ്റിയുടെ കോഴ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടാവുക. അപ്പോൾ ഇതും നിങ്ങൾ സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന ഒരാൾ ബേസിക്കായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്പെടും. ഇതിൻ്റെ സിലബസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി കോംറ്റിയുടെ എക്സാം, സെക്യൂരിറ്റി പ്ലസിൻ്റെ എക്സാം ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സാം ഡീറ്റെയിൽസ്, ഈ എക്സാം ലോഞ്ച് ചെയ്തിരിക്കുന്ന November 7, 2023 നവംബറിലാണ് ഈ പുതിയൊരു എക്സാം കോഡ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. മാക്സിമം 90 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നമുക്ക് 90 മിനിറ്റ് ആയിരിക്കും എക്സാം ഉണ്ടാവുക. ഏകദേശം നമുക്ക് ഒരു സ്കെയിൽ 750 മാർക്കാണ് നമുക്ക് പാസ്സാവാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഇംഗ്ലീഷ്, ജപ്പാനീസ്, പോർച്ചുഗീസ്, സ്പാനിഷ് ഇത്രയും ലാംഗ്വേജസ് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷമാണ് അതിൻ്റെ റിട്ടയർമെൻറ്റ് കാലാവധി. 3 വർഷം കഴിഞ്ഞാൽ അവർ പുതിയ എക്സാം ആയിരിക്കും ഇറക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ കോംറ്റിയുടെ A+ 2022 ഇറങ്ങിയത് സ്വാഭാവികമായിട്ട് 2025 പുതിയ എക്സാം ആയിട്ടാണ് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ 2023 സെക്യൂരിറ്റി പ്ലസ് ലോഞ്ച് ആയത്. സ്വാഭാവികമായിട്ട് 2026 അവരുടെ പുതിയ എക്സാം കോഡ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് അതിലുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് എക്സാം നടത്താൻ പറ്റും, അല്ലെങ്കിൽ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. നമുക്ക് കോംറ്റിയുടെ സെക്യൂരിറ്റി പ്ലസ് നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ ഫീസ് എത്ര വരുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കാം. നമുക്ക് എക്സാം ഫീസ് വരുന്നത് ഏകദേശം $404 വരുന്നത്. അത് ഇന്ത്യൻ പ്രൈസിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എക്സാം എഴുതാൻ എത്ര രൂപ ചിലവാകും എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ $404 ഇപ്പോൾ നിലവിലുള്ളത്. അത് പൈസയുടെ മൂല്യം കൂടുന്നതിനനുസരിച്ചൊക്കെ അതിൽ ഡെയിലി മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഏകദേശം $404 എന്ന് പറയുമ്പോൾ ഒരു 80 രൂപ വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 32,000 രൂപയോളം ഈ കോംറ്റിയുടെ സെക്യൂരിറ്റി പ്ലസ് എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ എടുക്കാനായിട്ട് നമുക്ക് ചിലവ് വരും. ഇപ്പോൾ ഞാൻ കോംറ്റിയുടെ A+ൻ്റെ സർട്ടിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ സെക്യൂരിറ്റി പ്ലസിൻ്റെ കാര്യം പറഞ്ഞു. ഈ 2 സർട്ടിഫിക്കേഷനും നിങ്ങൾ ഈ ഒരു എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾ എഴുതണം എന്നില്ലെങ്കിൽ എഴുതിയെടുക്കണം എന്നില്ല. പക്ഷേ നിങ്ങൾ പഠിച്ചു വെക്കണം ഈ 2 കാര്യങ്ങളും. കോംറ്റിയുടെ സെക്യൂരിറ്റി പ്ലസും നിങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ കോംറ്റിയുടെ A+ എന്ന് പറയുന്ന കോഴ്സും സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന ഒരാൾ ബേസിക്കായിട്ട് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്പെടും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈത്തൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ചും കൂടെ, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലെവലിൽ പൈത്തൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സെൽഫ് ലേണിംഗ് നടത്തിയിട്ടുണ്ടാവും. പൈത്തൻ്റെ കുറച്ചും കൂടെ ഒരു മീഡിയം ലെവലിലോട്ട് നിങ്ങൾ പൈത്തൻ്റെ കോഴ്സിനെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക. നിങ്ങളുടെ സ്കില്ലൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് പൈത്തണും അതിൻ്റെ കൂടെ കുറച്ച് പൈത്തൻ്റെ കാര്യങ്ങളും അതേപോലെ ലിനക്സിൻ്റെ കാര്യങ്ങളും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച് വെക്കുക. നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കാൻ സെക്യൂരിറ്റി പ്ലസും അതേപോലെ പൈത്തൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങളും ലിനക്സിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങളും. ഇപ്പോൾ ലിനക്സും പൈത്തണൊക്കെ നിങ്ങൾ ഡെയിലി ഇരുന്ന് പഠിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സാറ്റർഡേ ഒരു സൺഡേ ഒക്കെ നിങ്ങളൊരു 2-3 മണിക്കൂറൊക്കെ ഈ പൈത്തണും ലിനക്സിനും വേണ്ടി മാത്രം മാറ്റി ചെയ്താൽ മതി. ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്ക് കോംറ്റിയുടെ A+ഉം അതേപോലെ സെക്യൂരിറ്റി പ്ലസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ ഡെയിലി നിങ്ങളൊരു 1 അവർ അല്ലെങ്കിൽ 1.5 അവർ ഇതിന് വേണ്ടിയിട്ട് ഡെയിലി മാറ്റി വെച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്നവരായാലും നിങ്ങൾ നൈറ്റ് സമയങ്ങളിൽ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ ഒരു 1 അവർ ഈ കോംറ്റിയുടെ A+ പഠിക്കാനും അതേപോലെ തന്നെ സെക്യൂരിറ്റി പ്ലസ് പഠിക്കാനൊക്കെ നിങ്ങൾ മാറ്റി വെക്കുക. ഏതെങ്കിലും സാറ്റർഡേ സൺഡേ ഒക്കെ ഇരുന്നിട്ട് നിങ്ങൾ പൈത്തണും അതേപോലെ ലിനക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കാൻ നോക്കുക. പിന്നെ അപ്പോൾ ഈ 2 ശരിക്കും പറഞ്ഞാൽ ഈ സെക്യൂരിറ്റി കോഴ്സും അതേപോലെ തന്നെ ഫണ്ടമെൻ്റൽ കോഴ്സും ആദ്യത്തെ 2 കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോബിനൊക്കെ ഒരു സെക്യൂരിറ്റി ലെവലിൽ അല്ലെങ്കിൽ ടെക്നീഷ്യൻ ലെവലിൽ ഹാർഡ്വെയർ ടെക്നീഷ്യൻ ലെവലിലൊക്കെ നിങ്ങൾക്കൊരു ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ സെക്യൂരിറ്റി പ്ലസ് നമുക്കൊരു 2 മുതൽ 3 മാസം വരെയൊക്കെ നമുക്ക് ഡ്യൂറേഷൻ മാക്സിമം എടുക്കാം. അപ്പോൾ മറ്റേതിനൊരു 3 മാസം, ഇതിനും ഒരു 3 മാസം, അങ്ങനെ മൊത്തം നമുക്കൊരു 6 മാസം നമുക്ക് ഡ്യൂറേഷനിൽ നമുക്ക് ഈ 2 കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോബിനൊക്കെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റത്തെ 2 സ്റ്റേജ് കഴിഞ്ഞു. ഇനി നമുക്ക് 3ാമത്തെ സ്റ്റേജ് നോക്കാം. 3ാമത്തെ സ്റ്റേജിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നെറ്റ്വർക്കിംഗ് വരുന്നത്. സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നവർ ഫ്ലുവൻ്റ് ആയിരിക്കണം. നെറ്റ്വർക്കിൽ അവൻ ക്ലിയർ ആയിരിക്കണം. നെറ്റ്വർക്കിൽ അവൻ എത്രത്തോളം നെറ്റ്വർക്കിംഗ് നോളജ് ഉണ്ടോ അത്രത്തോളം അവൻ്റെ ആ ഒരു സ്കില്ല് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി മേഖലയിൽ അവൻ്റെ സ്കില്ല് അവൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം മുഴുവൻ നെറ്റ്വർക്കിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നെറ്റ്വർക്കിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങിലൂടെ കോഴ്സ് ഇട്ടിരിക്കുന്നത് കോംറ്റിയുടെ തന്നെ N+ എന്ന് പറയുന്ന ഒരു സിലബസ് ഉണ്ട്. കോംറ്റിയുടെ N+ നിങ്ങൾക്ക് പഠിക്കാം. കോംറ്റിയുടെ N+ൻ്റെ എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ
കോംറ്റിയുടെ N+ൻ്റെ സിലബസ് ഞാനൊന്ന് കാണിച്ചു തരാം. അതിന് ശേഷം തൊട്ടടുത്തായിട്ടുള്ള CCNA വരാം. ഇപ്പോൾ കോംറ്റിയുടെ N+ൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ കോംറ്റിയുടെ N+ൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഈ 2 എക്സാമുകളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്, നെറ്റ്വർക്കിംഗ് ഇംപ്ലിമെൻറ്റേഷൻ, നെറ്റ്വർക്കിംഗ് ഓപ്പറേഷൻസ്, നെറ്റ്വർക്കിംഗ് സെക്യൂരിറ്റി, നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ടിംഗ്, മുഴുവൻ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഈ ഒരു 5 സ്കില്ലുകളാണ് നിങ്ങൾ കോംറ്റിയുടെ N+ എന്ന് പറയുന്ന ആ ഒരു കോഴ്സിൽ നിങ്ങൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ആ കോഴ്സിൽ നിങ്ങൾ N+ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സാം ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെപ്റ്റംബറിലാണ് എക്സാം ലോഞ്ച് ചെയ്തത്. N10-008 എന്ന് പറയുന്നത്. അതിൽ N10-009 ജൂൺ 20, 2024 ലോഞ്ച് ആയിരിക്കുന്നത്. മറ്റുപോലെ തന്നെ 90 മാർക്കിലെ ചോദ്യങ്ങളുണ്ടാകും, 90 മിനിറ്റ് ആയിരിക്കും ടെസ്റ്റ് ഉണ്ടാവും, 720 മാർക്കാണ് നമുക്ക് പാസിംഗ് ആയിട്ടുള്ളത് വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ലാംഗ്വേജുകളിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാമെന്നുള്ളതുണ്ട്. അതേപോലെ തന്നെ ഡിസംബർ 20 ഫസ്റ്റത്തെ ഈ ഒരു സർട്ടിഫിക്കേഷൻ്റെ കാലാവധി, ഈ ഒരു പേപ്പറിൻ്റെ കാലാവധി ഡിസംബർ 20 കൂടിയിട്ട് റിട്ടയർഡ് ആയതാണ്. 3 വർഷമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ എക്സാമിന് എത്ര പ്രൈസ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഏകദേശം $369 വരുന്നുണ്ട് കോംറ്റിയുടെ N+ൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കാനായിട്ട്. ഞാനൊരിക്കലും നിങ്ങളുടെ അടുത്ത് കോംറ്റിയുടെ N+ൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം കോംറ്റിയുടെ N+ൻ്റെ സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ കോംറ്റിയുടെ സെക്യൂരിറ്റി പ്ലസിൻ്റെ സർട്ടിഫിക്കേഷനോ കോംറ്റിയുടെ A+ൻ്റെ സർട്ടിഫിക്കേഷനോ നിങ്ങൾ എടുക്കുന്നതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് CCNA സർട്ടിഫിക്കേഷൻ എടുക്കുന്നതാണ്. സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് അസോസിയേറ്റ് എന്ന് പറയുന്ന CCNA എന്ന് പറയുന്ന സ്ഥാപനം തരുന്ന CCNAയുടെ സർട്ടിഫിക്കേഷൻ എടുക്കുന്നതാണ് നിങ്ങൾക്ക് ബെറ്റർ. ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു CCNAയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. CCNAയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു കമ്പനി നിങ്ങളടുത്ത് കോംറ്റിയുടെ A+ൻ്റെയോ കോംറ്റിയുടെ N+ൻ്റെയോ കോംറ്റിയുടെ സെക്യൂരിറ്റി പ്ലസിൻ്റെയോ സർട്ടിഫിക്കേഷൻ ഒന്നും ആവശ്യപ്പെടില്ല. ഇപ്പോൾ CCNAയുടെ സർട്ടിഫിക്കേഷൻ എടുത്ത ഒരാൾ ഉണ്ടെങ്കിൽ കമ്പനിക്ക് അറിയാം അവൻ ഏകദേശം IT മേഖലയിൽ ഏകദേശം എല്ലാ സ്കില്ലുകളുമായി പഠിച്ചതാണ്. കാരണം CCNA എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചവർക്കോ അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കുക. CCNA എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചാൽ നെറ്റ്വർക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് മുതൽ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും CCNA എന്ന് പറയുന്ന കോഴ്സിൽ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാതെ നിങ്ങൾ CCNAയുടെ സർട്ടിഫിക്കേഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ CCNA സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഇതാണ് സിസ്കോയുടെ ഒഫീഷ്യലായിട്ടുള്ള അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഈ ഒരു സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തെക്കുറിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ എക്സാം ട്രെയിനിങ് എങ്ങനെയായിരിക്കും എന്നുള്ളതും നമ്മുടെ സിലബസ് കാര്യങ്ങൾ ഇതാണ് ഇപ്പോൾ അവരുടെ എക്സാമിൻ്റെ സിലബസിൻ്റെ കോഡ് എന്ന് പറയുന്നത് 200-301 എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എക്സാമിനെക്കുറിച്ചും എക്സാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും അതിനുണ്ടാകുക, ഏകദേശം നമുക്കൊരു $300 നമുക്ക് സർട്ടിഫിക്കേഷൻ വരുന്നത്. അതിപ്പോൾ GST എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 28-29 രൂപയോളം CCNAയുടെ സർട്ടിഫിക്കേഷൻ എടുക്കാൻ നമുക്ക് ആവശ്യം വരും. 120 മിനിറ്റ് ആയിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ, 2 ഹവർ ആയിരിക്കും ഡ്യൂറേഷൻ ഉണ്ടാവുക. CCNA എന്ന് പറയുന്നതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ CCNA ഒക്കെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്കില്ലൊക്കെ ഉള്ള ആൾക്കാണെങ്കിൽ ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് ചാനലുകളിൽ CCNA കോഴ്സ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ CCNA കോഴ്സ് മലയാളത്തിൽ ചെയ്യാൻ നമുക്കൊരു പദ്ധതി ഉണ്ട്. CCNA എന്ന് പറയുന്ന കോഴ്സും അതേപോലെ തന്നെ കോംറ്റിയുടെ A+, കോംറ്റിയുടെ N+, കോംറ്റിയുടെ സെക്യൂരിറ്റി പ്ലസ് പോലുള്ള കോഴ്സുകളൊക്കെ നമുക്ക് മലയാളത്തിൽ ചെയ്യാൻ നമ്മുടെ ചാനലിൽ ചെയ്യാൻ നമുക്കൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് CCNA എന്നൊക്കെ പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ചാനലിലൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ CCNA എന്ന് പറഞ്ഞ കോഴ്സിൽ നിങ്ങൾ മൊത്തം ഒരു 6 ടോപ്പിക്കാണ്. നെറ്റ്വർക്ക് ഫണ്ടമെൻ്റൽ, നെറ്റ്വർക്ക് ആക്സസ്, IP കണക്ടിവിറ്റി, IP സർവീസസ്, സെക്യൂരിറ്റി ഫണ്ടമെൻ്റൽസ്, അതേപോലെ ഓട്ടോമേഷൻ ആൻഡ് പ്രോഗ്രാമബിലിറ്റി. ഇത്രയും ഒരു 6 കാര്യങ്ങളാണ് നിങ്ങൾ CCNAയിൽ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര % ഓഫ് ചോദ്യങ്ങൾ വരും എന്നുള്ളതാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നെറ്റ്വർക്ക് ഫണ്ടമെൻ്റൽസിന് ഏകദേശം 20% ചോദ്യങ്ങൾ വരും. നെറ്റ്വർക്ക് ആക്സസിന് 20 വരും. അടുത്ത കണക്ടിവിറ്റിന്ന് 20 വരും. അതേപോലെ തന്നെ സർവീസ്, IP സർവീസിനെ കുറിച്ച് 20 വരും. സെക്യൂരിറ്റിനെ കുറിച്ച് 20 വരും. ഓട്ടോമേഷൻ ഏകദേശം ഒരു 10% ചോദ്യത്തോടും വരും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് എക്സാമിന്, ഇത്രയും ടോപ്പിക്കുകളിൽ നിന്നാണ് നിങ്ങൾക്ക് എക്സാമിന് ഇത്രയും % ആണ് എക്സാമിന് ചോദിക്കുക ഈ ഒരു 6 ടോപ്പിക്കിൽ നിന്ന്. അപ്പോൾ ഓരോ ടോപ്പിക്കിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് അതിൻ്റെ അകത്ത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ഇത് പഠിച്ചിട്ട് നിങ്ങൾ CCNA എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ട് അതിൻ്റെ സർട്ടിഫിക്കേഷൻ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്കത് വളരെ ഉപകാരപ്പെടും. ഒരു ജോലിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ CCNAയുടെ സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നമുക്കൊരു സംശയം വരും, ഈ CCNA സർട്ടിഫിക്കേഷൻസ് ആർക്ക് എടുക്കാൻ പറ്റും? ഡിഗ്രി കഴിയണം? നിങ്ങൾക്ക് CCNAയുടെ സർട്ടിഫിക്കേഷൻ ഒരിക്കലും സിസ്കോക്കാർ പറയുന്നില്ല നിങ്ങൾ ബേസിക്കായിട്ട് ഡിഗ്രി കഴിയണമെന്നൊന്നും. ഏതൊരു ആൾക്കും, ഒരു IT നോളജുള്ള ഏതൊരു ആൾക്കും നിങ്ങളുടെ സിസ്കോയിൽ നിങ്ങൾക്ക് CCNA പഠിച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സ്കില്ലാണ് അവർ നോക്കുന്നത്. ആ ഒരു സബ്ജക്റ്റിൽ IT മേഖലയിൽ നിങ്ങൾക്ക് എന്തോരം സ്കില്ലുണ്ട്, അല്ല നിങ്ങളുടെ മുമ്പുള്ള എഡ്യൂക്കേഷനോ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും സിസ്കോ സർട്ടിഫിക്കേഷന് വേണ്ടി പരിഗണിക്കില്ല. അവർ CCNA നിങ്ങളെന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ പഠിച്ച് നിങ്ങൾ CCNAയുടെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ CCNA എന്ന് പറയുന്ന സബ്ജക്റ്റിൽ സിസ്കോയുടെ ആ സിലബസിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ സിസ്കോക്കാർ നോക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ശരിക്കും ഈ പറയുന്ന CCNAയുടെ സർട്ടിഫിക്കേഷൻ എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമായിട്ടുണ്ടാവുക. പിന്നെ നിങ്ങൾ ലിനക്സും പഠിക്കണം, പൈത്തണും പഠിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിനക്സിൻ്റെ ബേസിക് കാര്യങ്ങൾ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ പൈത്തണും കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് CCNA എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചാണ്. അടുത്ത സ്റ്റേജാണ്, 4ാമത്തെ സ്റ്റേജാണ് ശരിക്കും നമ്മുടെ ഹാക്കിംഗ് സ്റ്റേജ്. ഹാക്കിംഗ് സ്റ്റേജിൽ ഇവിടെ EJPTയുടെ സർട്ടിഫിക്കേഷൻ എടുക്കാം. E-Learn സെക്യൂരിറ്റി ജൂനിയർ പെനട്രേഷൻ ടെസ്റ്റർ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാം. അല്ലെങ്കിൽ CompTIAയുടെ തന്നെ പെൻ ടെസ്റ്റ് പ്ലസ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാം. അല്ലെങ്കിൽ OSCP ഒഫൻസീവ് സെക്യൂരിറ്റി സർട്ടിഫൈഡ് പ്രൊഫഷണൽ. ഇതൊക്കെ ഈ ഒരു കോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു കോഴ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, OSCP ഒക്കെ ഉണ്ടോയെന്ന് അറിയില്ല. വിദേശത്തൊക്കെ ഉള്ളൊരു കോഴ്സാണ്. ഏകദേശം 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയൊക്കെയാണ് അതിൻ്റെ സർട്ടിഫിക്കേഷന് ചാർജ് പറയുന്നത്. അതുപോലെ CPTS സർട്ടിഫൈഡ് പെനട്രേഷൻ ടെസ്റ്റിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാം. ഇതൊക്കെ ഹാക്കിംഗ് മേഖലയിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ CEH എന്ന് പറയുന്ന കോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കുക കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കറിൻ്റെ CEH എന്ന് പറയുന്ന കോഴ്സ് പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കുന്നതാണ് നല്ലത്. കാരണം ഈ സർട്ടിഫിക്കേഷനൊക്കെ ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന സർട്ടിഫിക്കേഷനൊക്കെ വളരെ എക്സ്പെൻസ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആണ്. ഈ പറയുന്ന OSCP അതേപോലെ CPTS ഒക്കെ എക്സ്പെൻസ് ആണ്. അതേപോലെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇതൊക്കെ പഠിപ്പിക്കുന്ന സെൻറ്ററുകളോ അല്ലെങ്കിൽ എക്സാം സെൻറ്ററുകളോ ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. നമ്മൾ സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കിംഗ് CEH എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ പഠിക്കുന്നതാണ് നല്ലത്. അതിന് ഇത്രയും ഫീസോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഹാക്കിംഗ് പഠിക്കുന്നത്. അപ്പോൾ ഹാക്കിംഗ് പഠിക്കുന്നവർ നേരിട്ട് ഹാക്കിംഗ് പഠിക്കാതെ ഈ ഒരു ലെവലിൽ പഠിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ച് CompTIAയുടെ A+ഉം സെക്യൂരിറ്റിയും അതേപോലെ തന്നെ N+ഉം അതേപോലെ CCNA ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾ ഹാക്കിംഗ് എന്ന് പറയുന്ന അതേപോലെ പൈത്തണും അതുപോലെ തന്നെ ലിനക്സൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ ഹാക്കിംഗ് പഠിക്കുകയാണെങ്കിൽ, ഹാക്കിംഗ് എന്ന് പറയുന്ന കരിയറിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നമ്മുടെ റോഡ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുന്നതിനേക്കാൾ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇതിലിപ്പോൾ നിങ്ങൾ സൈബർ സെക്യൂരിറ്റി നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണം എന്ന് പറയുന്നില്ല. പക്ഷേ ബാക്കിയുള്ള ബേസിക് ആയിട്ടുള്ള CompTIA A+ ആണെങ്കിലും CompTIAയുടെ സെക്യൂരിറ്റി പ്ലസ് ആണെങ്കിലും CompTIAയുടെ N+ ആണെങ്കിലും CCNA ആണെങ്കിലും പൈത്തൻ്റെ ലിനക്സിൻ്റെ ബേസിക് ആണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ സൈബർ സെക്യൂരിറ്റി കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടും തോന്നുന്നു. നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി റോഡ് മാപ്പിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് നെറ്റ്വർക്ക് എഞ്ചിനീയറിൻ്റെ ഒരു റോഡ് മാപ്പ് അല്ലെങ്കിൽ അതേപോലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ റോഡ് മാപ്പ് അല്ലെങ്കിൽ IT മേഖലയിൽ വേറെ ഏതെങ്കിലും ഫീൽഡിൽ ഇപ്പോൾ ഹാർഡ്വെയർ ടെക്നീഷ്യൻ്റെ റോഡ് മാപ്പ് അങ്ങനെയുള്ള ഓരോ റോഡ് മാപ്പായിട്ട് ഇടാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.